അരുണേ, ഒരു കാര്യം, ഒറ്റ കാര്യം. നീ ഇന്നലെ രാവിലെ എന്താ കഴിച്ച്? ഇന്നലെയോ? പത്തിരി, കറി, മീൻകറി. എവിടുന്ന് വാങ്ങി? എവിടുന്ന് കിട്ടി? വാങ്ങിച്ചു. എവിടുന്ന്? നമ്മളെ കണക്ക് കൊടുന്നു. ഉച്ചക്ക് എന്ത് കഴിച്ച്? ഉച്ചയ്ക്ക് അമ്പിക്കുന്ന ഫുഡ്. എവിടുന്ന്? കൊന്നടക്കാവുന്നു. വൈകുന്നേരം എന്ത് കഴിച്ച്? വൈകുന്നേരം പൊറാട്ടയും പെപ്പർ ചിക്കനും. എവിടുന്ന്? വെള്ളിയൂരിന്ന്. എവിടുന്ന്? വെള്ളിയൂര് ഒലീവ്. ഒലീവ് ഹോട്ടല്. ഇന്ന് രാവിലെ എന്ത് കഴിച്ച്? ഇന്ന് രാവിലെ പൊറാട്ടയും മുട്ടക്കറി. എവിടുന്ന്? കോഴിക്കോട് ബീച്ചിൽ നിന്ന്. എവിടുന്ന്? ഹോട്ടലിൽ നിന്നാണോ? ആ ഹോട്ടലിൽ നിന്ന്. ഉച്ചക്ക് എന്ത് കഴിച്ച്? ഉച്ചയ്ക്ക് അംബികന്ന്. അംബിക എന്ന് പറയുന്നത് ഹോട്ടലാണ്. ഹോട്ടല്. മറ്റേ ഇവിടെ മിംസിൻ്റെ അടുത്ത്. അപ്പം ഇന്നലെ തൊട്ടിട്ട് അല്ലെ മെനിയാന്ന് രാത്രി എന്ത് കഴിച്ചു? മിനിഞ്ഞാന്ന് രാത്രി കൊട്ടിയൂർ പോയി വരുമ്പോൾ ചൊക്ലി ഹോട്ടലിൽ നിന്ന് പൊറാട്ടയും പെപ്പർ ചിക്കൻ. അപ്പം അത് നിരന്തരം ഇപ്പോൾ ഹോട്ടൽ ഫുഡല്ലേ? ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ? കഞ്ഞിയും ചെറുപയറ് ആക്കിയാലോ? ആ കഞ്ഞിയല്ല, ചോറ് കൊണ്ട് കഞ്ഞി ഉണ്ടാക്കലില്ലേ നമ്മള്? ചെറുപയർ കറി ആക്കിയിട്ടല്ല, പയറ് ആയിട്ടല്ല. ആ കഞ്ഞി ഉണ്ടാക്കുമ്പോ ചോറിന്റെ അകത്ത് തന്നെ ചെറുപയർ. പണ്ട് സ്കൂളിലൊക്കെ കിട്ടലില്ലായിനോ? എനിക്കിഷ്ടായി. അച്ചാറുണ്ട്, ചിക്കൻ പൊരിക്കാന് പെരട്ടി വെച്ചത്. അപ്പൊ പിന്നെ ഇത് ഒത്തിരി ചെമ്മീൻ വാങ്ങിയിട്ട് എനിക്ക് ഫ്രൈ ചെയ്താലോ? ചിക്കൻ ഉണ്ടല്ലേ, വെറുതെ ചെമ്മീൻ വാങ്ങണോ? അത് നിനക്ക്, എനിക്ക് ചെമ്മീൻ. നീ മറ്റേ പപ്പങ്ങാടൊക്കെ വിളിച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയോ? കുറച്ച് മതി, എനിക്ക് മാത്രം മതി. നിങ്ങൾക്ക് കഴിക്കാൻ ചിക്കൻ ഉണ്ട്. അപ്പം ഇത്രേ ദിവസം ഹോട്ടലിൽ നിന്നാണ്. അപ്പം ഇന്നൊന്ന് വെറൈറ്റി കഞ്ഞി. കഞ്ഞി വിളിച്ചോക്കട്ടെ, ചെമ്മീനുണ്ടോ? ഞാൻ ഇന്ന് ലുലു മാളില് മീനൊക്കെ പുരട്ടി വെച്ചുണ്ട്. പക്ഷേങ്കിൽ അത് ഞങ്ങൾ ലേറ്റ് ആവും വരാനെന്നുള്ളത്. എന്ത് വേറെന്തോ വണ്ടിയല്ലോ? ചിക്കന് അല്ല, എന്തേ? ചെമ്മീനല്ലാണ്ട് എന്തല്ലേ? സ്രാവ് കണ്ടില്ലേ? സ്രാവ്, ഉണക്ക സ്രാവ് ഇവിടുന്ന് പൊരിച്ചാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഹോട്ടൽ ഫുഡ് കഴിച്ച് മതിയായി. അപ്പം ഞാൻ വിചാരിച്ച് ചെറുപയർ വാങ്ങി കൊണ്ട് തരണം. ചെറുപയറില്ല, എന്നാ ഇങ്ങനെ കഞ്ഞി കുടിച്ചോന്ന് തന്നെ. മീനുമില്ല. ചെമ്മീനുണ്ടോ? ഒരു എത്ര കിലോ? എത്ര? 400 ഒരു 1/2 കിലോ. ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണേ. ഞാൻ പോരാ. ഓക്കെ, പോരാ. 400 ചെമ്മീനൊക്കെ കഴിക്കുള്ളൂ ഞാൻ. അപ്പം നമുക്ക് കഞ്ഞും അപ്പം കഞ്ഞിയും ചെറുപയറും ചിക്കൻ പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതും പപ്പടവും അച്ചാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് മേടിച്ചോളാണ്ടി. കഞ്ഞിയിലിട്ട് കട്ട തൈര് കുട്ടിയിട്ട് കഴിക്കലില്ല. ചെറുപയർ വാങ്ങിയിട്ട് വാ. അങ്ങനെ നമ്മുടെ കഞ്ഞി ആയിട്ടുണ്ട്. കഞ്ഞി കുടിക്കുകയാണ്. ഒരു കഞ്ഞി പപ്പടം കഴിച്ചു. എനിക്ക് കഞ്ഞിൻ്റെ മെത്തേഡൊന്നും അറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. പിന്നെ കട്ടത്തൈരല്ല, തൈരുണ്ട്, അതും എനിക്ക് പോവില്ല. പിന്നെ ഇന്ന് നെസ്റ്റോന്ന് മേടിച്ച അച്ചാർ, അതെനിക്ക് പോകും. പിന്നെ കുറച്ച് ചെമ്മീൻ.
കുറച്ച് ചെമ്മീനും ചിക്കൻ്റെ എനിക്ക് ഞാൻ കഴുത്ത് കണ്ടു വെച്ചിട്ടുണ്ട് കടിച്ചു പിടിക്കാൻ. പപ്പടം. ഇത്രയും സാധനങ്ങളാണ്. നല്ല ചൂട് വറുക്കുന്ന കഞ്ഞിയാണ് കേട്ടോ. എടാ പപ്പടം മുരിങ്ങിയില്ലടാ, മുരിങ്ങിയിട്ടില്ല. അതും കൂട്ടിയതേ ഒരു പൂതിക്ക് ഉണ്ടാക്കിയതാ. അടിപൊളി ടേസ്റ്റ് ഉണ്ടടാ. മോളെ ഉഴപ്പം വരും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സംഭവം തന്നെ അല്ലേ ഇത്. ഇവിടെ നമുക്കും കഞ്ഞി കുടിക്കാൻ അങ്ങനത്തെ പാത്രങ്ങളൊന്നുമില്ല. നമുക്ക് കഞ്ഞിയൊന്നും കുടിച്ച് വലിയ ശീലമില്ലാലും അത് ഭയങ്കര ഷെയിമായിട്ടൊന്നുമല്ല കേട്ടോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നതിലൊക്കെ അഭിമാനമുണ്ട്. ഒന്ന് വിശപ്പ് മാറും, രണ്ട് ക്ഷീണം പോകും. എന്തുകൊണ്ടും നല്ല വിറ്റാമിൻ എ ടു സെറ്റ് കഞ്ഞിയിലോ വേറെ പാത്രം നല്ല വെള്ളം. അപ്പൊ ഗൈസ് ഞാൻ തന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് പോണേ. ഉപ്പിന്റെ പാത്രം ഉപ്പ് വേണം. വേണോ? ഗായ്സ് കഞ്ഞിയാണ് ഇപ്പോൾ പാർന്നുകൊണ്ടിരിക്കുന്നത്. കഞ്ഞിയാണ്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. കുറച്ച് ചൂടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞി പാർന്നു. ഇങ്ങനെയാണോ ഒരാൾ ഉപ്പ് ചോദിച്ചാൽ കൊടുക്കുക പാത്രമോ? ഒരു ചെറിയ പ്ലേറ്റ് എടുത്തുണ്ടോ ഗൈസ്? കഞ്ഞി പാർന്ന് കണ്ടല്ലോ. നമ്മൾ ഒരു സ്പൂണ് അച്ചാർ, അര സ്പൂണും കൂടി ഇട്ട് കേട്ടോ. അച്ചാറും കൂടി ഇട്ട് ഒന്നടക്കുക. നെക്സ്റ്റ് വരുന്നത് തൈര്. തൈരും നമ്മൾ. പിന്നെ വരുന്നത് ചെമ്മീൻ. അതെനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഞാൻ അതെടുക്കുന്നില്ല. പിന്നെ ഉപ്പ് നമ്മൾ പെട്ടി വെള്ളം എടുത്തിട്ട് പപ്പടം വെക്കുക. ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. ഈ സ്പൂൺ നമ്മൾ എന്താക്കും, ഇങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് നല്ല ചൂട് അത് ജസ്റ്റ് നമ്മൾ കുടിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളി. തൈരിട്ടല്ല കൊണ്ടാ. എൻ്റെ എരിവ് കുറച്ച് കുറവാണ്. ഉത്തരാഞ്ജലിയുടെ മോന് അടിപൊളി. ഇത് ഞാൻ വെറും വാക്ക് പറയാന്ന് വിചാരിക്കും. ആട്ട് അഞ്ചോ കൊണ്ടോ അത് കാണിക്കണില്ല. എങ്ങനെയുണ്ട് സാധനം? ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ബാക്കി ഇങ്ങോട്ട് ഞാൻ ചെയ്തത് ജസ്മോൾ ഉണ്ടാക്കിയ സാധനമാണ്. അങ്ങനെ ഉണ്ടാക്കിയതുള്ള ജസ്മോൾ ചോദിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉപ്പ്, അച്ചാർ, ചിക്കൻ, തൈര്, പപ്പടം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒറ്റ ഉള്ള കാഴ്ച വന്നു വെറുതെ ടേസ്റ്റ് നോക്കിയാൽ മതി. ഇത് മാത്രം അഞ്ചോ. ഓക്കെ
അപ്പോൾ ബൈ. എൻ്റെ ക്യാമറാമാൻ ഫുഡ് തിന്നുണ്ടേടാ.